സങ്കീർത്തനം 9-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ, എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണ് നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. ആമേൻ. നമ്മുടെ ശത്രുക്കൾ ആരല്ല? മനുഷ്യരല്ല. നമ്മുടെ ശത്രു ആരാണ്? പിശാചാണ്. നമ്മുടെ ശത്രുക്കൾ പിശാചിന്റെ ഭൂതഗണങ്ങളാണ്. അവ ലോകത്തിൽ എല്ലായിടത്തും ഈ പൈശാചികമായ ശക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. മനുഷ്യരെ നമുക്ക് എന്താക്കാൻ പറ്റത്തില്ല, ശത്രുവായി എണ്ണാൻ കഴിയുകയില്ല. എന്നാൽ അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ നമ്മുടെ ശത്രുക്കളാണ്. അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളാണ് നമുക്കെതിരായി പ്രവർത്തിക്കുന്നത്. ഇവിടെ അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? എന്റെ ശത്രുക്കൾ എന്ത് ചെയ്തു? പിൻവാങ്ങുകയിൽ ഇടറി വീണു. ഇവിടെ സങ്കീർത്തനക്കാരന് ശത്രുക്കൾ അക്ഷരികമായ മനുഷ്യരാണ്. അക്ഷരികമായ മനുഷ്യരാണ് ആരെ എതിർക്കുന്നത്? ദാവീദിനെ എതിർക്കുന്നത്. അവന് ശത്രുക്കളുണ്ട്. ആ ശത്രു എങ്ങനെയാണ് ഉണ്ടായത്? ദുരാത്മാക്കളുടെ പ്രവർത്തനത്താലാണ് ഉണ്ടായത്. ശൗലിൽ വ്യാപരിച്ച ദുരാത്മാവ് ആരെ പകച്ചു? ദാവീദിനെ പകച്ചു. അത് നിമിത്തം ദാവീദിന് എന്തുണ്ടായി? ശത്രുക്കളുണ്ടായി. ശൗലിന്റെ പക്ഷക്കാരൊക്കെ ആർക്ക് എതിരായി നിന്നു? ദാവീദിനെതിരായി നിന്നു. അതാരാണ്? മനുഷ്യരാണ്. മനുഷ്യരിലൂടെ ആര് പ്രവർത്തിച്ചു? പിശാചി പ്രവർത്തിച്ചു. ഇവിടെ അക്ഷരികമായിട്ട് ദാവീദ് പറയുന്നത് എന്താണ്? എന്റെ ശത്രുക്കൾ. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? പിൻവാങ്ങി. സ്തോത്രം. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ വൈതലിനെ ജയിക്കുവാൻ ആർക്ക് കഴിയുകയില്ല? പിശാചിനും അവന്റെ സൈന്യത്തിനും കഴിയുകയില്ല. ആരാധിക്കുന്ന ഒരു ദൈവ വൈതലിനെ ഇല്ലാതാക്കുവാൻ ആർക്ക് കഴിയത്തില്ല? അവൻ ഒരു മനുഷ്യർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു നിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യും? നശിച്ചു പോകും. ആരുടെ സന്നിധിയിൽ? ദൈവത്തിന്റെ സന്നിധിയിൽ ഈ അന്ധകാര ശക്തികൾ എന്ത് ചെയ്യും? നശിച്ചു പോകും. സ്തോത്രം. പുറപ്പാട് 14-ാം അധ്യായം 13-14 വാക്യം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ആമേൻ. യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കരമുയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആര് യുദ്ധം ചെയ്യും? യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം. ശത്രുവിനെ കണ്ട് ഭയന്നു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി മോശ ആമേൻ അവിടെ നിന്നുകൊണ്ട് തന്റെ ജനത്തെ നോക്കി പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. ഇത് തന്നല്ലേ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോടും പറഞ്ഞത്. തന്റെ അടുക്കൽ വിടുതലിനായി വന്നവരോടും യേശു പറഞ്ഞത് എന്താണ്? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. സ്തോത്രം. ഉറച്ചു നിന്നാൽ, ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നാൽ ശത്രു എന്ത് ചെയ്യും? പിൻവാങ്ങിപ്പോകും. അതാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നപ്പോൾ എന്റെ ശത്രുക്കൾ എന്ത് ചെയ്തു? പിൻവാങ്ങിപ്പോയി. എന്റെ ശത്രുക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. പൈശാചിക ശക്തികൾക്ക് നമ്മളെ ജയിക്കുവാൻ കഴിയുകയില്ല. അവയെ പൈശാചികമായ ശക്തികൾ ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ അവരെ കൊല്ലുവാൻ വേണ്ടി പാഞ്ഞെടുത്തപ്പോൾ അവയെ നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടരുത്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇന്ന് ദൈവം എന്ത് ചെയ്യും? ഒരു രക്ഷ ചെയ്തു തരും. സ്തോത്രം. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. അതെന്താ? കണ്ണാൽ കാണും. എന്താ? കണ്ണാൽ കാണും. ആമേൻ. അത് 5 വർഷം കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ കാണുമെന്നാ പറയുന്നത്. വിശ്വസിക്കണം. എന്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് എന്ത് ചെയ്യും? ഒരു രക്ഷ ചെയ്യും. കരം നിർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. ആമേൻ.
ഇന്ന് ദൈവം എന്റെ ജീവിതത്തിൽ ഒരു രക്ഷ ചെയ്യും. ഇന്ന് കണ്ടിട്ടുള്ള മിസ്ലിയം വരെ ഇനി ഒരു നാളും കാണുകയില്ല. ആമേൻ. ഇന്ന് നിങ്ങൾക്കുണ്ടായ ഈ പോരാട്ടം ഇനി ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം ഇനി ഉണ്ടാകത്തില്ലെന്ന്. ആമേൻ. ആ മിസ്രീയ ശക്തി, ആ പൈശാചിക ശക്തി നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, ഇനി നിങ്ങളോട് പോരടിക്കത്തില്ല. അതിനെ എന്ത് ചെയ്യും? നീക്കും, അതിനെ മുക്കിക്കളയും, അതിനെ തകർത്തുകളയും. നിന്റെ ദൈവം ആമേൻ അതിനേക്കാളും വലിയവൻ. സ്തോത്രം. നിനക്ക് ജയം തരുവാൻ അവൻ മതിയായവൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. നിസ്സഹായനായി അന്ധകാര ശക്തി, ഏതന്ധകാര ശക്തി എന്നോട് പോരാടുന്നെന്ന് അറിയാതെ ജീവിക്കുന്ന ദൈവജനം, ഇടങ്കയും വലങ്കയും അറിയാത്തവർ, പൈശാചിക ശക്തികളുടെ പേരറിയാത്തവർ, ഈ സാധു ദൈവജനത്തോടാണ് ആര് പോരാടുന്നത്? പൈശാചിക ശക്തികൾ പോരാടുന്നത്. എല്ലാം അറിയുന്ന ദൈവം എന്ത് ചെയ്യും? ആമേൻ. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആ ദൈവത്തോട് കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? വേറെ ആരുമല്ല നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കരയുന്ന ദൈവ വൈതലേ, വിടുതലിന് വേണ്ടി യാചിക്കുന്ന ദൈവ വൈതലേ, നിനക്ക് വേണ്ടി ആര് യുദ്ധം ചെയ്യുന്ന അറിയാമോ? നീ സേവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരമേർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്ക് നശിച്ചിരിക്കുന്നു. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു. അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു. അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു. അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു. എന്താ? സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ശത്രുക്കൾ എന്ത് ചെയ്തു? മുടിഞ്ഞുപോയി. ശത്രുക്കൾ മുടിഞ്ഞു പോയിരിക്കുന്നു. സദാകാലത്തേക്കും എന്ത് ചെയ്തു? നശിച്ചു. ഇനി പോരാടത്തില്ല. നിന്റെ വീട്ടിനെതിരായി, നിനക്കെതിരായി, നിന്റെ തലമുറക്കെതിരായി, നിന്റെ ബിസിനസിനെതിരായി, നിന്റെ ശരീരത്തോട് എതിരായി പോരാടുന്ന അന്ധകാര ശക്തികൾ എന്തിരിക്കുന്നു? സ്തോത്രം നശിച്ച് ആ ശേഷം മുടിഞ്ഞിരിക്കുന്നു. അല്ലേ പറഞ്ഞത്? സ്തോത്രം. സങ്കീർത്തനം 9:13 വായിച്ചു. യഹോവേ എന്നോട് കരുണ ഉണ്ടാകണമേ. യഹോവേ എന്നോട് കരുണ ഉണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉത്തരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കേണമേ. സ്തോത്രം. ശ്രദ്ധിക്കണം. ബാക്കി എങ്ങോട്ടാ കേട്ടി നോക്കുന്നത്? എന്താ നോക്കിയിരിക്കും? യഹോവേ എന്നോട് കരുണ ഉണ്ടാകണമേ. ആരോട് കരുണ ഉണ്ടാകണം? എന്നോട് കരുണ ഉണ്ടാകണമേ. സ്തോത്രം. ഒരു വിടുതൽ എനിക്ക് എന്റെ ജീവിതത്തിൽ നൽകണമേ, കരുണ കാണിക്കണമേ. രക്തസ്രാവക്കാരിയുടെ ആ മനോഭാവം, സുറഫോയിരിക്കാരി സ്ത്രീയുടെ മനോഭാവം, അന്ധനായ ബർത്തിമായിയുടെ മനോഭാവം, ആ മനോഭാവത്തോടെ ദൈവത്തോട് എന്ത് ചെയ്യണം? അടുത്തിരണം. അതാ പറയുന്നത്, യഹോവേ എന്നോട് കരുണ ഉണ്ടാകണമേ. എന്ത്? ആമേൻ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉത്തരിക്കുന്നവനെ. മനുഷ്യന് പറയാ, നീ മരിച്ചു പോകും. ഈ രോഗം പിടിപെട്ട് നീ എന്ത് ചെയ്യും? മരിച്ചു പോകും. ഈ പുള്ളിക്കാരിയുടെ കാര്യമെല്ലാം പോക്ക, പുള്ളിക്കാരന്റെ കാര്യമെല്ലാം പോക്ക. ഇതാര് പറയുന്നത്? ജാതികൾ പറയുന്നത്. പ്രത്യാശയില്ലാത്തവർ. വചനം പറയുന്നത്, ഒരു മരണമായാൽ എന്തുണ്ട്? ഒരു പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും എന്ത് ചെയ്യും? ആ പ്രത്യാശയിൽ അത് പൊട്ടിക്കിളിർക്കും. ഞാൻ ജീവിക്കുമെന്നൊരു ധാരണ വേണം. ക്യാൻസർ വന്നു, ഇപ്പൊ മരിക്കും എന്നിട്ടുള്ള ചിന്ത കളയണം. സ്തോത്രം. ഹല്ലേലൂയ. ജീവൻ നിലനിർത്തുവാൻ മുറിച്ചു കളഞ്ഞാലും ജീവൻ നിലനിർത്തുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിനെ കഴിയും. അത് പൊട്ടിക്കേൾക്കും. അപ്പൊ ഇവിടെ പറയാം, മരണത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറക്കുമ്പോൾ, പിശാചി തുറക്കുമ്പോൾ, അതിന് മാറ്റം വരുത്തുവാൻ, ആയുസ് വരുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിനെ കഴിയത്തുള്ളൂ. ക്രിസ്ത്യാവിനെ ആയുസ് നീട്ടി കൊടുത്തില്ലേ? 15 സംവത്സരം ആയുസ് നീട്ടാൻ ആർക്കേ കഴിയത്തുള്ളൂ? പറഞ്ഞു. ദൈവം ആയുസിനെ നീട്ടിത്തരും. മരണവാതിലുകളിൽ നിന്ന് ഉത്തരിക്കാൻ ആർക്കേ കഴിയത്തുള്ളൂ? നീ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കണം. മരണഭയം മാറി. എന്നിൽ എന്ത് വന്നു? ഒരു പ്രത്യാശ വന്നു. സ്തോത്രം. ആ പ്രത്യാശ എന്നിൽ വളരുവാൻ തുടങ്ങി. ആ പ്രത്യാശ ആരില്ല? മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിലാണ്. യേശു ആരാണ്? ക്രിസ്തു ആരാണ്? രക്ഷകനാണ്, സൗഖ്യദായകനാണ്. ഈ രോഗം എന്നെ എന്ത് ചെയ്യത്തില്ല? കൊണ്ടുപോകത്തില്ല. സ്തോത്രം. ഞാൻ സൗഖ്യത്തോടെ എന്ത് ചെയ്യും? എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കും. ക്യാൻസറിന്
എന്നെ ആമെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല, എന്റെ ജീവൻ എടുക്കാൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കൂ. സ്തോത്രം. അത്ഭുത സൗഖ്യം ആന്റിക്ക് തരും. അനേക ക്യാൻസർ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. അനേക എയ്ഡ്സ് രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ക്യാൻസറിനേക്കാളും ഭയങ്കരമായിട്ട് മാറുകയാണ് കേരളത്തിൽ എന്ത്? HIV അല്ല, എയ്ഡ്സ് രോഗം. സ്തോത്രം. ഏറ്റവും കൂടുതൽ പടരുന്ന ആരിലാണ്? യുവാക്കളിലും യുവതികളിലുമാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ്? ഒരാൾ കുത്തുന്ന സിറിഞ്ച് തന്നെ അടുത്ത ആളെയും കുത്തിക്കയറ്റില്ല. ചെറുപ്പക്കാർക്ക് എന്താണ്? പിള്ളേർക്ക് എന്താണ്? ഒരു തമാശ പോലാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അവർ പരസ്പരം പരസ്യമായ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാണ്? ചുംബിക്കുകയാണ്. ഇത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? അതെ, വൈറസ് ഉള്ളിൽ പ്രവേശിക്കുന്നു. കാണാനൊക്കെ സുന്ദരനാണ്, കൊള്ളാം, കുട്ടപ്പന. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ HIV വൈറസിനെ വഹിക്കുന്നവനാണ്. സ്തോത്രം. എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ അടുത്തിയല്ല ഒരാളിനോട്. പെട്ടുപോയാൽ പെട്ടതാണ്. അപ്പോൾ മരണവാതിലുകളിൽ നിന്ന് ആരാണ് ഉത്തരിക്കുന്നത്? ഇവിടെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്ത്? യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉത്തരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. നമ്മളെ ആര് പകയ്ക്കും? ഒരു കാര്യമില്ലാതെ ആര് പകയ്ക്കും? ആൾക്കാർ പകയ്ക്കും. യേശു എല്ലാ തെറ്റും ചെയ്തിട്ടാണ് പകച്ചത്. യേശു നന്മ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? പകച്ചു. അവർ കാരണം കൂടാതെ എന്നെ പകച്ചു എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിനെ അങ്ങനെ പകച്ചു. യേശുവിനെ കാരണം കൂടാതെ പകച്ചെങ്കിൽ പിന്നെ നമ്മളെ പകച്ചിട്ടില്ല. ഒരു കാരണവും ഇല്ലാതെ ആളുകൾ നമ്മളെ എന്ത് ചെയ്യും? പകയ്ക്കും. പകച്ചു കഴിഞ്ഞാലോ, പക അവനിൽ കൂടിയാലോ, എന്നാ ഇതിന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി എന്ത് ചെയ്യും? മന്ത്രം ചെയ്യും, ചിത്രം ചെയ്യും, ആവിചാരം ചെയ്യും. എന്തിനാ? നമ്മളെ പകയ്ക്കുക. നമ്മളെ പകച്ചിട്ട് മാറിപ്പോയി ഏതെങ്കിലും സ്ഥലത്തിൽ പോയി, ഏതെങ്കിലും അന്ധകാര ശക്തിയുടെ അടുക്കൽ പോയി നമ്മുടെ പേര് പറഞ്ഞ് എന്ത് ചെയ്യും? മന്ത്രം ചെയ്യും. അപ്പോ നമ്മളെ പകയ്ക്കുന്നവരാൽ നമുക്ക് എന്ത് വരും? കഷ്ടം വരും. നമുക്ക് പോയി ചെയ്യാൻ പറ്റുമോ? അമ്മേ, ജാതികളാണെങ്കിൽ പോയി ചോദിച്ചറിഞ്ഞ് ഉടനെ തന്നെ പ്രതിനിധി. നമ്മുടെ പ്രതിനിധി ആരാ? നമ്മുടെ കർത്താവാണ്. നമ്മൾ ആരോട് പറയും? നമ്മുടെ ദൈവത്തോട് പറയും. സ്തോത്രം. ആരുടെ? നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. നമ്മുടെ ദൈവം യുദ്ധം ചെയ്യും. സ്തോത്രം. ഇവിടെ പറയുകയാണ്, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കേണമേ. സ്തോത്രം. അപ്പൊ അത് നിമിത്തം നമുക്ക് എന്ത് വന്നു? കഷ്ടം വന്നു, നഷ്ടം വന്നു. ആ വിചാരം മന്ത്രവാദ നിമിത്തം എന്ത് വന്നു? കഷ്ടം വന്നു, നഷ്ടം വന്നു. ആമേൻ. സമാധാനമില്ലാതായി. അപ്പോഴത്തെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് നിലവിളിച്ചപ്പോൾ ആര് അതിന് പരിഹാരം കൊടുത്തു? ദൈവം പരിഹാരം കൊടുത്തു. സ്തോത്രം. ശത്രുവിനെ ആര് ഇല്ലാതാക്കി? ദൈവം ഇല്ലാതാക്കി. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താന് നിങ്ങളെ കാക്കിയത് വലിച്ചു കളയും. ആര് വലിച്ചു കളയും? ദൈവം. വേഗത്തിൽ ഈ പിശാചിനെ വലിച്ചു കളയും. ഈ ദൈവത്തിന്റെ പൈതലായി ജീവിക്കണം. സ്തോത്രം.